ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷം കേട്ടാലോ. അപ്പോൾ ഇന്നത്തെ വിശേഷവും പ്രേമമൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ സുധിയുടെ മുമ്പിൽ ചന്ദ്ര വന്നു നിന്നു. ചന്ദ്രയ്ക്ക് ഇനി അങ്ങോട്ടേക്ക് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഉറക്കമില്ലാത്ത രാത്രി തന്നെയാണ്. അങ്ങനെ മകനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും മകൻ പറഞ്ഞു, വേറെ ഒന്നുമല്ല, ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചു കഴിഞ്ഞാൽ 3 മാസമല്ല 1 മാസവും കൊണ്ട് ഈ 10 ലക്ഷം രൂപ ഉണ്ടാക്കാനായിട്ട് പറ്റും. അത്രയ്ക്ക് നല്ലൊരു ബിസിനസ്സാണ് ശ്രുതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അമ്മ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴും നമ്മുടെ ചന്ദ്രയ്ക്ക് ചെറിയൊരു പേടി തന്നെയാണ്. അപ്പോഴും ചന്ദ്ര പറയുന്നത്, മോനെ ഇതിപ്പം മറ്റതുപോലെ തന്നെയാ, ആദ്യത്തെ വിവാഹം പോലെ തന്നെയാ. ആദ്യത്തെ വിവാഹത്തിനും ഇതുപോലെ പൈസയും ഒക്കെ ആയിരുന്നു. എന്നിട്ട് എന്താ പറ്റിയത്? സമയമായപ്പോൾ മോന് ഓടിപ്പോയില്ലേ? ഇനി അങ്ങനെ വല്ലതും സംഭവിക്കുമോ? അമ്മ എന്താ അമ്മ ഈ പറയുന്നത്? അമ്മയ്ക്ക് സുധീനെ വിശ്വാസമില്ലേ? ഒരബദ്ധം എനിക്ക് പറ്റി, ഇനി വീണ്ടും ഒരബദ്ധം എനിക്ക് പറ്റുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. എൻ്റെ അമ്മേനെ ചതിച്ചിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല. പിന്നെ ഞാൻ ശ്രുതിയെ ഇഷ്ടപ്പെടാൻ കാരണം അതൊറ്റ ഒരിതേ ഉള്ളൂ, എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ശ്രുതിയെ ഇഷ്ടപ്പെട്ടത്. അമ്മ ശ്രുതിയെ വിവാഹം കഴിക്കണ്ട എന്ന് പറഞ്ഞാൽ ഓക്കെ, ഞാൻ ശ്രുതിയെ വിവാഹം കഴിക്കില്ല. അതുകൊണ്ട് അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. ഈ 10 ലക്ഷം രൂപ അത് ഞാനും ശ്രുതിയും കൂടെ ചേർന്നുണ്ടാക്കി കൊടുത്തിരിക്കും. അത് ഞാൻ അമ്മയ്ക്ക് തരുന്ന വാക്കാണ് എന്ന് പറഞ്ഞ് തലയിൽ തൊട്ട് സത്യം വിടാൻ തുടങ്ങിയപ്പോഴത്തേക്കും, അയ്യോ വേട്ട മോനെ, തലയിൽ തൊട്ടൊന്നും സത്യം വിടണ്ട. കാരണം ഒരു സത്യം തലയിൽ തൊട്ടിട്ടത് അതിപ്പോഴും കിടക്കുക. നമുക്ക് ഈ 10 ലക്ഷത്തിൻ്റെ കൂടെ 50 ലക്ഷവും കൂടെ ഉണ്ട്. അതും കൂടെ മോൻ മറന്നു പോകരുത്. അതൊന്നും മറന്നിട്ടില്ലമ്മേ. അതിപ്പം ഞാൻ മറന്നില്ലെങ്കിലും അത് പതുക്കെ മറന്നോളൂ എല്ലാവരും. കാരണം അത് എനിക്കും കൂടെ അവകാശപ്പെട്ട പൈസയല്ലേ. സച്ചിക്കും അതുപോലെ ശ്രീക്കും മാത്രം അവകാശപ്പെട്ട പൈസയല്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ പതുക്കെ പതുക്കെ മറക്കും. ഏതായാലും ഇപ്പം അമ്മയ്ക്ക് ആ ഒരു പ്രമാണം തിരിച്ചെടുത്ത് തന്നാൽ പോരെ? അത് 3 മാസത്തിനുള്ളിൽ തിരിച്ചെടുത്ത് തന്നിരിക്കും. ശ്രുതി എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ശ്രുതി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഇത്രയും നല്ലൊരു അമ്മായിയമ്മേനെ അവൾക്ക് കിട്ടിയല്ലോ. എൻ്റെ അമ്മയാണ്, ഞാൻ ദൈവത്തെ പോലെയാണ് കാണുന്നത് എന്നൊക്കെയാ. അമ്മേനെ അത്രയ്ക്ക് അവൾ സ്നേഹിക്കുന്നുണ്ട്. അച്ഛൻ കണ്ടെത്തിയ പെണ്ണിനേക്കാളും എത്രയോ നല്ല പെണ്ണാണ് ശ്രുതി. അതമ്മയ്ക്ക് അറിയാലോ. അതാ മോനെ അമ്മയുടെ ഏക ഒരു ആശ്വാസം. ആ രേവതി അവളെ ഇവിടുന്ന് പുകച്ച് വെളിയിൽ ചാടിക്കണം. എനിക്ക് സ്നേഹമുള്ള മരുമകൾ എന്നും ശ്രുതി തന്നെയായിരിക്കും. അവളിതേ ഞാൻ ഇഷ്ടപ്പെട്ട് ഈ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടുവരുന്ന മോളാ. അതുകൊണ്ട് നോക്കിക്കോ, അവൾക്കാണെങ്കിലേ ഒരുപാട് സമ്പത്തുമുണ്ട്. അവളുടെ അച്ഛനുമായിട്ടിപ്പം പിരിഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിലും ഏതായാലും കുറേ കഴിയുമ്പോഴത്തേക്കും ഈ ഇതൊക്കെ മാറാതിരിക്കില്ല. അതങ്ങനെയാന്നേ. അച്ഛന്മാർക്കും അമ്മമാർക്കും അതുപോലെ മക്കൾക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. അതൊക്കെ ഒരു പരിധി വരെ അവർ വെറുത്തൊക്കെ ഇരിക്കും. അത് കഴിയുമ്പോൾ പരസ്പരം അവർ പതുക്കെ പതുക്കെ സ്നേഹിച്ചു തുടങ്ങും. ആ സ്വത്ത് മുഴുവൻ ഈ കുടുംബത്തിലേക്കല്ലേ വരാനുള്ളത്. എനിക്കത് മാത്രം മതി മോനെ. അതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. നല്ലൊരു പെണ്ണിനെ കൊണ്ടും അതുപോലെ ഒരു കോടീശ്വരനെ കൊണ്ടും മോനെ വിവാഹം കഴിപ്പിക്കണമെന്ന്. അതുപോലെ ആ ഒരു കോടീശ്വരി തന്നെയാണല്ലോ ശ്രുതി. ഏതായാലും ഇനിയിപ്പം വേറൊന്നും വേണ്ട. അമ്മ ഇങ്ങനെ പരിഭ്രമിച്ച് നടക്കാതിരുന്നാൽ മതി. അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് നമ്മുടെ സുധി. ഏതായാലും സുധിക്ക് ആശ്വസിപ്പിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ചന്ദ്ര ചെന്നകപ്പെട്ടിരിക്കുന്നത് ഒന്നാന്തരം നല്ല പുലിമടയിലാണെന്ന് നമ്മുടെ ചന്ദ്രയ്ക്ക് അറിയില്ല. കാരണം ചന്ദ്ര ഇനി അങ്ങോട്ടേക്ക് വെള്ളം കുടിക്കാൻ പോകുകയാണ് ചെയ്യുന്നത്. 3 മാസത്തിനുള്ളിൽ ഈ 10 ലക്ഷം രൂപ, അതും ബിസിനസ് സ്റ്റാർട്ട് പോലും ചെയ്തില്ല. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എത്ര വർഷം എടുത്താലും അതിൽ നിന്നും ലാഭം കിട്ടുക എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷെ ആ ഒരു വിവരം പോലും ഇല്ലാതെയായി പോയല്ലോ ചന്ദ്രയ്ക്ക് എന്ന് നമുക്ക് ഇങ്ങനെ വിചാരിക്കാത്രേ ഉള്ളൂ. ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ സച്ചിനെയും രേവതിനെയാണ്. അവരിപ്പോഴും വണ്ടി യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം വണ്ടിക്കകത്ത് തന്നെയാണ് അവരുള്ളത്. അങ്ങനെ വണ്ടിക്കകത്ത് ഇരിക്കുന്നു. നമ്മുടെ സച്ചിക്കാണെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥതയാണ് രേവതി അടുത്തിരിക്കുന്നത്. അങ്ങനെ രേവതി ഇങ്ങനെ ഉണർന്നിരിക്കുകയാണല്ലോ. അപ്പോൾ രേവതി ചോദിച്ചു, എത്താറായോ എന്ന് ചോദിക്കാം. എത്താറായോ എന്ന് ചോദിച്ചാൽ ഇനി 2-3 സ്റ്റോപ്പും കൂടെ ഉള്ളൂ. അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, നീ കിടന്ന് ഉറങ്ങണ്ടെന്ന് രേവതിയോട് പറഞ്ഞു. കാഴ്ചയൊക്കെ കണ്ടിരിക്കുക, ചിലപ്പോഴേ നിയന്ത്രണം തെറ്റിപ്പോകും എന്നിങ്ങനെ പറഞ്ഞപ്പം, നിയന്ത്രണമോ? എന്ത് നിയന്ത്രണം? അത് പിന്നെ നിയന്ത്രണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ബസ്സുകാരൻ്റെ നിയന്ത്രണം തെറ്റിപ്പോയാലേ അത് വലിയ പ്രശ്നമാണല്ലോ. ആ നിയന്ത്രണം ഞാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം ആ ഒരു കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഒരു സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയതും അവിടെ നിന്ന് ഒരു മകനും അമ്മയും കയറുകയാണ്. ആ അമ്മയും മകനും ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ആ അമ്മയും മകനുമാണ് നമ്മുടെ ശ്രുതിയുടെ അമ്മയും ശ്രുതിയുടെ മകനും. അപ്പം അവരുടെ ആ ഒരു വീടിൻ്റെ ആ ഒരു പരിസരത്തൂടെയാണ് വണ്ടി കടന്നു പോകുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും വണ്ടിക്കകത്ത് കയറി. അപ്പോഴേക്കും ഈ കൊച്ചിന് അവിടെ നിൽക്കണ്ടേ,
കുഞ്ഞിക്കൊച്ചാണല്ലോ. കുഞ്ഞിക്കൊച്ചെന്ന് പറഞ്ഞാൽ ഒരു 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സിൽ കൂടുതലൊന്നും കാണില്ല. അപ്പോൾ ആ കുട്ടിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് തന്നെ ആ കുട്ടീനെയും കൊണ്ടാണ് അതിൻ്റെ അമ്മൂമ്മ കയറി വരുന്നത്. അപ്പോൾ ഇത് കണ്ടത് നമ്മുടെ സച്ചിക്ക് ഏതാണ്ട് രക്ഷപ്പെട്ട മട്ടാണ്. കാരണം ഒരാൾ വന്ന് ഇരിക്കാൻ അവിടെ അവസരം കിട്ടിയല്ലോ, അവിടെ എണീക്കാൻ അവസരം കിട്ടിയല്ലോ. അപ്പോൾ രേവതിയുടെ അടുത്ത് അവർ ഇരുത്താലോ എന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ ദേ ഇവിടെ ഇരുന്നോ, ഇവിടെ സ്ഥലമുണ്ട്, നിങ്ങൾ കൊച്ചിനെയും കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ ആ കുഞ്ഞിനെയും കൊണ്ട് അവിടെ ഇരുന്നു. അത് നമ്മുടെ ശ്രുതിയുടെ അമ്മയും അതുപോലെ ശ്രുതിയുടെ മകനുമാണ്. അപ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ട് അവിടെ ഇരുന്നു. അപ്പോഴത്തേക്കും പെട്ടെന്ന് താങ്ക്സ് ആൻറ്റി എന്ന് പറഞ്ഞു, ആ കുഞ്ഞ് പറഞ്ഞു. അപ്പം താങ്ക്സ് ആൻറ്റി എന്ന് രേവതിയോടാണേ പറഞ്ഞതേ. അപ്പം സച്ചി ചോദിച്ചു, ഇതെന്താടാ, ഞാനല്ലേ നിനക്ക് ഇരിക്കാൻ സ്ഥലം തന്നത്, എന്നിട്ട് നീ എന്തിനാ താങ്ക്സ് ആൻറ്റിയോട് കൊടുക്കണത്, നീ എനിക്കല്ലേ താങ്ക്സ് പറയേണ്ടത്? ആര് പറഞ്ഞു ഈ സ്ഥലം ഇരിക്കാൻ വേണ്ടി? എനിക്ക് ചേട്ടൻ തന്നതാണെന്ന്. ഈ സ്ഥലം ഇരിക്കാൻ എനിക്ക് ചേട്ടൻ തന്നൊന്നുമല്ല, ഇത് വണ്ടിയുടെ ഓണറിൻ്റെ സീറ്റാണ്. അതുകൊണ്ട് ഞാൻ ആ ഓണർക്കല്ലേ താങ്ക്സ് കൊടുക്കേണ്ടത്, അല്ലാതെ ചേട്ടനാണോ താങ്ക്സ് തരേണ്ടത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ഓഹോ നീ ഭയങ്കരനാണല്ലോടാ എന്ന് പറഞ്ഞു. അല്ല നിൻ്റെ വീട് എവിടെയാടാ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ആ കുട്ടി ഫോണിലൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ആ കുട്ടിയുടെ അമ്മ ഇങ്ങനെ പറയാൻ തുടങ്ങി, അതായത് ശ്രുതിയുടെ അമ്മ ഇങ്ങനെ പറയാൻ തുടങ്ങി വീട് ഇവിടെയാണ് എന്നൊക്കെ. അവർ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ രേവതിയും ആ കുഞ്ഞിനെ കളിപ്പിക്കുന്നു. അപ്പോൾ രേവതി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനൊക്കെ തുടങ്ങി ആ കുഞ്ഞിനോട്. അങ്ങനെ അവർ തമ്മിലൊരു ചെറിയ കൂട്ടാവുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ കുറുമ്പും കുസൃതിത്തരവും ഒക്കെ ഇങ്ങനെ രേവതിക്ക് വല്ലാണ്ടങ്ങ് ഇഷ്ടമാകുന്നു, സച്ചിക്കും വല്ലാണ്ട്. കാരണം പെട്ടെന്ന് എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലാണ് ആ കുട്ടി സംസാരിക്കുന്നത്. കുട്ടികൾ പ്രത്യേകിച്ച് അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇവരുടെ വീട് എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ചെന്നൈയിലാണെന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ കുട്ടി കയറി പറയുക, എൻ്റെ ചേച്ചിയുടെ വീടും ചെന്നൈയിലാണെന്ന് പറഞ്ഞു. ആണോ, മോൻ്റെ ചേച്ചിയും ചെന്നൈയിലാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു, അതെ എൻ്റെ മോള് ചെന്നൈയിൽ ജോലി ചെയ്യുക എന്ന് പറഞ്ഞപ്പം മോൻ്റെ അച്ഛനും അമ്മയും എന്ത് ചെയ്യുക എന്ന് രേവതി പെട്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ കുട്ടിയുടെ ആ ഒരു മുഖഭാവം അങ്ങ് മാറി. അപ്പം ശ്രുതിയുടെ അമ്മ പറഞ്ഞു, അതെ അവന് അച്ഛനും അമ്മയില്ല, അവൻ എൻ്റെ കൂടെയാണ് വളരുന്നത്. അപ്പോൾ എന്തോ പോലെ ആയിപ്പോയി കേട്ടോ, രേവതിക്കും എന്തോ പോലെ ആയിപ്പോയി, സച്ചിക്കും എന്തോ പോലെ ആയിപ്പോയി. അപ്പോഴേക്കും കുട്ടിയും പറഞ്ഞു, എനിക്കേ അച്ഛനും അമ്മയും ഇല്ലെങ്കിലും എനിക്ക് ചേച്ചിയും മുത്തശ്ശിയും ഉണ്ടല്ലോ, അവരാ എന്നെ നോക്കണത്. എൻ്റെ ചേച്ചി ചെന്നൈയിൽ നിന്ന് വരുമ്പം എനിക്ക് എന്തൊക്കെ സാധനം കൊണ്ടുവരും എന്നറിയാം. ചെന്നൈയിലല്ലാട്ടോ, സോറി, ട്രിവാൻഡ്രം എന്നാട്ടോ പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് വരുമ്പം എനിക്ക് എന്തൊക്കെ സാധനം കൊണ്ടുവരുന്ന അറിയാമല്ലോ. എനിക്ക് തെറ്റിപ്പോയതാണ് കേട്ടോ, നമ്മുടെ സ്ഥലം ഒന്ന് ചെറുതായിട്ട് മാറിപ്പോയി. അപ്പം അവിടെ നിന്ന് വരുമ്പം എനിക്ക് ഒത്തിരി സാധനങ്ങളൊക്കെ കൊണ്ടുവരും, എന്നെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ചേച്ചീനെ കുറിച്ച് ഇങ്ങനെ വാദോരാതെ സംസാരിക്കുന്നു. അപ്പം നമ്മുടെ സച്ചി പറഞ്ഞു, അമ്മ എനിക്കറിയാം അമ്മേ, മക്കൾക്ക് അച്ഛനും അമ്മയും ഇല്ലാത്ത വേദന എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താ മോന് അച്ഛനും അമ്മയും ഇല്ലേന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, എനിക്ക് അച്ഛൻ്റെ സ്നേഹം വേണ്ടുവോളം കിട്ടുന്നുണ്ട്, പക്ഷേ അമ്മയുടെ സ്നേഹം എന്ത് പറ്റി മോൻ്റെ അമ്മയ്ക്ക്? എൻ്റെ അമ്മയ്ക്ക് ഒന്നും പറ്റിയില്ല, എങ്കിലും അമ്മയുടെ സ്നേഹം കിട്ടാതെ വരുന്ന എൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. അപ്പം ആ രണ്ടു സ്നേഹവും കിട്ടാതെ വരുന്ന ഈ കുട്ടിയുടെ അവസ്ഥയുണ്ടല്ലോ, എനിക്കിപ്പം കാണുമ്പോൾ എനിക്ക് എന്നെ തന്നെയാണ് ഓർമ്മ വരുന്നത്. ഞാനും ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു, മുത്തശ്ശിയുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമായിരുന്നു, ഞാൻ മുത്തശ്ശിയുടെ അടുത്ത് നിന്നാണ് പഠിച്ചത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിയും കഥകളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി ഇത് കേട്ടോണ്ട് നിൽക്കുകയാണ്. സച്ചിയുടെ മനസ്സിൽ ആ ഒരു വിഷമമൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നത് രേവതിയും കേട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി എവിടെ പോവുകയാണെന്ന് ചോദിച്ചു. ശ്രുതിയുടെ അമ്മയോടൊപ്പം പറഞ്ഞു, ഞങ്ങൾ ഒരു അമ്പലം വരെ പോവുകയാണ്, എൻ്റെ മോളുടെ വിവാഹമാണ്, അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പോവുക, അതിൻ്റെ കൂടെ തന്നെ ഒരു ഡ്രസ്സും കൂടി ഇങ്ങനെ എടുക്കണം, അപ്പോൾ ഡ്രസ്സൊക്കെ എടുക്കണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമൊക്കെ പറഞ്ഞ് കൂട്ടായ ഒരു ഭാഗമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം കാണിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ നിൽക്കുന്ന നമ്മുടെ ശ്രുതിനെയും ശ്രുതിയുടെ കൂട്ടുകാരിയാണ്. അപ്പോൾ ഇവർ അമ്പലത്തിൽ ചെന്നിട്ട് കല്യാണ ദിവസം ഏതാണ് നല്ലതെന്ന് കുറിപ്പിക്കുകയാണ്. അപ്പം അവിടെ ചന്ദ്രയും വന്നു, രവീന്ദ്രനും വന്നു, ശ്രുതിയും വന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് അമ്പലത്തിൽ ചെന്ന് അവിടുത്തെ പൂജാരീനെ കൊണ്ട് നല്ലൊരു ദിവസം കുറിക്കുകയാണ്. അപ്പം അവിടെ പൂജാരി ഉണ്ട് കേട്ടോ. അപ്പം പൂജാരി ഇങ്ങനെ ദിവസം കുറിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ശ്രുതി വന്ന ഉടനെ തന്നെ പറഞ്ഞു, നല്ല രസമുണ്ടല്ലോ ഡ്രസ്സ് എന്ന് പറഞ്ഞു. ഒരു നല്ല സാരിയാണ് ശ്രുതി ഉടുത്തേക്കുന്നത്. അപ്പോൾ ശ്രുതി പറഞ്ഞു, നന്നായിട്ട് ചേരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും താങ്ക് യു ഒക്കെ പറഞ്ഞു. അപ്പം തന്നെ ഒരു കുറിയൊക്കെ തൊട്ട് കൊടുത്തു കേട്ടോ. കുറിയൊക്കെ തൊട്ട് കൊടുത്തു നമ്മുടെ ശ്രുതിക്ക്. അപ്പോൾ ശ്രുതിക്കും ചന്ദ്രയ്ക്കും അതുപോലെ ഒരു രവീന്ദ്രനും ഇതൊക്കെ കണ്ടിട്ട് വല്ലാത്ത സന്തോഷമാവുന്നുണ്ട്. പക്ഷേ നമ്മുടെ രവീന്ദ്രന് ഇപ്പോഴും സംശയമാണ്, ശ്രുതിയുടെ മനസ്സ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ശ്രുതിനെ അങ്ങോട്ട് മാറ്റി നിർത്തി നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, നീ എന്താടാ, നിന്റെ അഭിപ്രായം, നിനക്ക് ഇഷ്ടമാണോ? നീ സത്യം പറയണം, വീണ്ടും മനുഷ്യരെ കോമാളിയാക്കരുത് എന്ന് പറഞ്ഞപ്പം അച്ഛാ ഒരിക്കലും ഞാൻ ആരെയും കോമാളിയാക്കില്ല. കാരണം അച്ഛൻ ആദ്യം കൊണ്ടുവന്ന പെണ്ണ് എനിക്ക് മനസ്സിന് പിടിക്കാത്തൊരു പെണ്ണ് തന്നെയായിരുന്നു.
ഇത് എനിക്ക് മനസ്സിന് പിടിച്ചൊരു പെണ്ണാണ്, ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഒരുപോലെയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഒരിക്കലും ആരെയും ചതിക്കണമെന്നൊന്നും വിചാരിച്ചിട്ടല്ല ആദ്യം അങ്ങനെ ചെയ്തത്, പക്ഷേ ഈ ഒരു പെണ്ണിനെ എനിക്ക് ഇഷ്ടമായിട്ട് തന്നെയാണ് ഞാൻ ഇവളെ വിവാഹം കഴിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഏതായാലും നമ്മുടെ ശ്രുതിനെ രവീന്ദ്രൻ അങ്ങ് വിട്ടു. അപ്പോഴത്തേക്കും തന്നെ ശ്രുതി ചോദിച്ചു, എന്തു പറ്റി, അച്ഛൻ എന്താ പറഞ്ഞത്, എന്തോ ഒരു മുഖഭാവമൊക്കെ മാറിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഹേയ് ഒന്നുമില്ല, അച്ഛനോട് കുറച്ച് കാര്യം സംസാരിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കുകയാണ്. ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരിയും. അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ശ്രീ വരിക. അപ്പോൾ ശ്രീ അമ്പലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ശ്രീ അമ്പലത്തിലേക്ക് എത്തിയപ്പോഴത്തേക്കും ചന്ദ്ര ചോദിച്ചു, അല്ല നിനക്കെങ്ങനെ മനസ്സിലായി ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന്? അത് ഞാൻ അച്ഛനെ വിളിച്ചായിരുന്നു, അപ്പോൾ അച്ഛൻ പറഞ്ഞായിരുന്നു ഏതായാലും ഏട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ എനിക്കും കൂടി ഒന്ന് കാണാമല്ലോ. അല്ല എന്തി അച്ഛാ ഏട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇതേ അവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രീ വരികയാണ്. അപ്പോൾ ശ്രീ വന്നപ്പോഴത്തേക്ക് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ശ്രീ വന്ന് നമ്മുടെ ശ്രുതിയുടെ പുറത്തോട്ടൊരു ഒറ്റ അടി അടിച്ചു, അതായത് തമാശയ്ക്ക്. അപ്പോഴേക്കും ശ്രീക്ക് അത് കണ്ടിട്ട് ദേഷ്യം വന്നു കേട്ടോ. ശ്രീ അടിച്ചപ്പം ശ്രുതിക്ക് ദേഷ്യം വന്നു. ഈ പേരുകൾ മൊത്തം മാറിപ്പോകുന്നത് എനിക്ക് തോന്നുന്നത്. ശ്രുതി ഇതങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ശ്രീ വന്നു ഏടത്തീനെ കാണാൻ, ശ്രുതിനെ കാണാൻ. അപ്പോൾ ഏട്ടനിട്ടൊരു അടി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി, നിങ്ങൾ എന്താണ് ഈ കാണിച്ചത്, പെട്ടെന്ന് ആളെ ഇങ്ങനെ അടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ, നിങ്ങൾ എന്തിനാണ് ഇപ്പം വന്ന് അടിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി അങ്ങോട്ട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞു, നിർത്ത് ശ്രുതി, ഇതെനിക്ക് അവകാശപ്പെട്ട ആൾ തന്നെയാണ്, എന്നെ അടിക്കാൻ അവകാശപ്പെട്ട ആൾ തന്നെയാണ്, ഇതെൻ്റെ അനിയനാണ് എന്നിങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്താണ് കേട്ടോ. അങ്ങനെ അവർ പരിചയപ്പെടുത്തുന്നു. ഇതിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ ശ്രീ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ശ്രുതിനോട്. അത് വേറെ ഒന്നുമല്ല, അച്ഛൻ്റെ വീട് എവിടെയാണ്, അച്ഛൻ എന്താണ്, അച്ഛന് ഒത്തിരി ബിസിനസ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതെവിടെയാണെങ്കിലും ഒന്ന് പറയാൻ, എൻ്റെ കൂട്ടുകാരും അവിടെയൊക്കെ ഉണ്ട്, ആ സ്ഥലത്തൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പെട്ടെന്നൊരു വല്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ ശ്രുതി നിൽക്കുകയാണ്, ഒരു ആൻസറും കൊടുക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ. കാരണം ഒരു പേരറിയില്ല, സ്ഥലത്തിൻ്റെ പേരറിയില്ല, സ്ഥാപനം ഹോട്ടലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഹോട്ടലിൻ്റെ പേരറിയില്ല. അപ്പോഴത്തേക്ക് പെട്ടെന്ന് കൂട്ടുകാരി അതിൽ നിന്നും രക്ഷിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ച് നാളെ നമ്മുടെ വിശേഷം അവസാനിക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് വരാൻ പോകുന്നത് അടിപൊളി വിശേഷമാണ്. നാളെയും നാളത്തെ കഴിഞ്ഞൊക്കെ ആയിട്ട് നമ്മുടെ രേവതിയും സച്ചിയും കൂടി മുത്തശ്ശിയുടെ അടുത്തേക്കും എത്തും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി രസം കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷത്തിനായിട്ട്. ഫുൾ വിശേഷമായിട്ട് രാവിലെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.